കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഇടമൺ സെന്റ് ജോസഫ് സ്കൂളിന് സമീപത്തായി നിൽക്കുന്ന മരങ്ങൾ അപകട ഭീഷണിയാകുന്നു. സെന്റ് ജോസഫ് സ്കൂളിന് മുന്നിൽ പാതയോരത്താണ് അപകടാവസ്ഥയിൽ മരങ്ങൾ നിലനിൽക്കുന്നത്. വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഏറെ അപകട ഭീഷണിയിലാണ് മരങ്ങൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിൽ കിഴക്കൻ മേഖലയുടെ വിവിധ പ്രദേശങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ അപകടങ്ങളുണ്ടായിരുന്നു. ഇടമൺ UP സ്കൂളിലെയും സെന്റ് ജോസഫ് സ്കൂളിലെയും കുട്ടികൾ ഇതുവഴിയാണ് നടന്നു പോകുന്നത്. ഇതിനു പുറമെ നിരവധി കാൽനട യാത്രക്കാരും ഈ പാതയിലൂടെ പോകാറുണ്ട്. അന്തർ സംസ്ഥാന ദേശീയപാതയായതിനാൽ തന്നെ യാത്രാവാഹനങ്ങളടക്കം പ്രതിദിനം 1000-ലധികം വാഹനങ്ങളാണ് പാതയിലൂടെ കടന്നു പോകുന്നത്. പാതയോരത്തെ മരങ്ങൾ നീക്കം ചെയ്യണമെന്ന് നിരവധി തവണ അധികൃതർക്ക് നിവേദനങ്ങൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും പരാതിയുണ്ട്. നമ്മുടെ ഈ തിരുമംഗലം ദേശീയപാതയിൽ ധാരാളം അപകട രീതിയിലായ മരങ്ങൾ നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ വിദിനം കർക്കിടക മാസത്തെ കാറ്റിലും മഴയിലുമായി ധാരാളം അപകടങ്ങൾ ഈ സൈഡിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൊട്ടടുത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഒരു കടയുടെ മുകളിൽ ഇന്നലെയും ഒരു മരത്തിന്റെ കൊപ്പൊടിഞ്ഞു വീണു. ഇന്നും കഴിഞ്ഞ ആഴ്ചകളിലുമായി ധാരാളം അപകടങ്ങളാണ് ഈ മേഖലയിൽ നടക്കുന്നത്. ഈ അപകടങ്ങൾ കണ്ടിട്ടും ഇതിന്റെ അധികാരികൾ, ഹൈവേയുടെയോ അല്ലെങ്കിൽ സർക്കാരിന്റെയോ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇത് തിരിഞ്ഞു നോക്കാനോ ഈ മരം മുറിച്ചു മാറ്റാനോ തയ്യാറാവുന്നില്ല. പാതയിൽ വെള്ളിമല മുതൽ കോട്ടവാസൽ വരെയുള്ള അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ നീക്കം ചെയ്യുവാൻ വനം വകുപ്പ് സർവേ നടത്തുകയും കണക്കെടുക്കുകയും ചെയ്തെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ ഒന്നുമുണ്ടായില്ല. പല ഭാഗങ്ങളിലും അപകടാവസ്ഥയിലുള്ള മരങ്ങൾക്ക് നമ്പരിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. മരങ്ങൾ നീക്കം ചെയ്യുവാൻ നിരവധി തവണ കരാറും നൽകിയിരുന്നു. പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച മാസങ്ങൾ പിന്നിട്ടിട്ടും മരത്തിൻ്റെ ശിഖരങ്ങൾ പോലും നീക്കം ചെയ്യുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ. സ്കൂളിലെയും ഇടമൺ UP സ്കൂളിൽ നിരവധിയായ കുട്ടികൾ നടന്നു പോകുന്ന ഈ വഴിയിൽ ഈ ഒരു മരത്തിൻ്റെ ശിഖരം വീണ് അപകടം ഉണ്ടായതിനു ശേഷം ഒരു നടപടി എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആളുകൾക്കൊരു ശാശ്വതമായ ഒരു പരിഹാരം ചെയ്തു തരണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.